പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാൻ എന്ന് പറഞ്ഞാൽ ഷഹ്റുൽ ഖുർആൻ എന്നാണ്. ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. ഖുർആൻ അല്ലാഹു തആല നമുക്ക് ഇറക്കിത്തന്ന മാസമാണ്. ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ റമദാനും ഖുർആനും തമ്മിൽ. ഒരു നാണയത്തിന്റെ ഒരു വശമാണ് റമദാനെങ്കിൽ ആ നാണയത്തിന്റെ മറുവശമാണ് ഖുർആൻ എന്നാണ്. അതായത് റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ റമദാനാണ്, അങ്ങനെ ആവണമെന്നാണ്. റമദാനിൽ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ പ്രധാനപ്പെട്ട ഒരു അമലായി നമ്മൾ മാറ്റണം എന്ത്? പരിശുദ്ധമായ ഖുർആൻ പാരായണം. വിശുദ്ധമായ ഖുർആൻ പാരായണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നല്ലോ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഈ ദിവസം വിശുദ്ധമായ റമദാനിന്റെ റഹ്മത്തിന്റെ പത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. 2ഓളം ദിവസമായി നമ്മൾ നോമ്പ് പിടിക്കുന്നു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും അൽഹംദുലില്ലാഹ്, പല ഉമ്മമാരും വാപ്പമാരൊക്കെ പരിശുദ്ധമായ ഖത്തം ഓതി തുടങ്ങി. അവർ 10 ജുസ് കഴിഞ്ഞവരുണ്ട്, 15 ജുസ് കഴിഞ്ഞവരുണ്ട്, 20 ജുസ് കഴിഞ്ഞവരുണ്ട്. പല ഉമ്മമാരും ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ എനിക്ക് 3 ഖത്തം ഓതണം, കഴിഞ്ഞ റമദാനിൽ എനിക്ക് 2 ഖത്തമേ ഓതാൻ പറ്റിയുള്ളൂ, എനിക്ക് 3 ഓതണം, ചില ആളുകൾ 4 ഓതണം. അല്ലെ, മഹാന്മാരായ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ ഇമാം നവവിയെ പോലെ, മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇങ്ങനെ ഒരുപാട് മഹാന്മാർ, ഒരുപാട് ആളുകൾ, അവരൊക്കെ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല ഒരുപാട് ഖത്തുമുകൾ, എണ്ണിയാൽ തീരാത്ത ഖത്തുമുകൾ അവർ ഓതുമായിരുന്നു എന്നാണ് വിശുദ്ധമായ ഖുർആൻ. അവരിങ്ങനെ ഓതി, അവർക്കൊരു ഹരമായിരുന്നു അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല ആ റമദാനിൽ നമുക്ക് 2 ഖത്തം തീർക്കാൻ പറ്റിയില്ലെങ്കിലും 1 ഖത്തമെങ്കിലും തീർക്കാനുള്ള മഹാസൗഭാഗ്യം തരട്ടെ. ആമീൻ മാത്രം പോരാ, നമ്മൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം ഓതണം കേട്ടോ. അപ്പോ ഈ ശുദ്ധമായ ഖുർആൻ ഖത്തം തീർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖത്തും എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, സൂറത്ത് ആലി ഇംറാൻ, അങ്ങനെ തുടങ്ങി ഓരോ സൂറത്തും ഓതി 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 അവസാനം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്. അപ്പോൾ ഈ 114 സൂറത്തുകളും ഒരാവർത്തി ഓതുന്നതിനാണ് ഖത്മുൽ ഖുർആൻ എന്ന് പറയുക. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഖത്മുൽ ഖുർആൻ മൊത്തം ഓതി തീർക്കുമ്പോൾ ആ ഖുർആൻ അല്ലാഹുവോട് പറയും, അല്ലാഹുവേ എന്നെ ഈ മനുഷ്യൻ ഓതിയിട്ടുണ്ട്, അല്ലാഹുവേ ഈ ഇന്നാലിന്ന ഉമ്മ, ഇന്നാലിന്ന പെണ്ണ്, ഇന്നാലിന്ന സഹോദരി എന്നെ പൂർണ്ണമായും ഓതിയിട്ടുണ്ട്, നീ ഏറ്റെടുക്കണേ അല്ലാ, നീ സാക്ഷി നിൽക്കണേ എന്ന് ഖുർആൻ പറയുമെന്നാണ്. അല്ലാഹു തആല ഖുർആൻ സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.